ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് നെറ്റ് നടക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓവർ പ്രോട്ടോക്കോളിലാണ്. ഓവർ പ്രോട്ടോക്കോളിൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അവരുടെ ഒരു ലൈവ് സെക്ഷൻ നടക്കുകയുണ്ടായി യൂട്യൂബിൽ. അപ്പോൾ അതിൽ വന്നിട്ട് അടുത്ത മാസം തന്നെ അവരുടെ മെയിൻ നെറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മിനിമം ഒരു 60 ട്രാൻസാക്ഷനെങ്കിലും ടെസ്റ്റ് നെറ്റിൽ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് കൊടുത്ത്. ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ജോയിൻ ചെയ്തവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ചാകുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. മറീന പ്രോട്ടോക്കോളിൻ്റെയും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് വരുന്നുണ്ട്. ഒക്കെ മൈൻ ചെയ്യുന്നവർ കണ്ടിന്യൂസ് മൈൻ ചെയ്യുക. ഓപ്പൺ എക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവരുടെ സെറ്റിങ്ങിൻ്റെ ഓഡിറ്റ് നടക്കുകയാണ്. ഓഡിറ്റിൻ്റെ ഏകദേശം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 28 പോയിൻ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഓഡിറ്റ് കംപ്ലീറ്റ് ആയി ഒരു 80-90 സ്കോർ ഉണ്ടെങ്കിൽ, നമ്മുടെ കോറിനൊക്കെ 89-90 സ്കോറായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സ്കോർ വരികയാണെങ്കിൽ നല്ലൊരു വാല്യൂ ഇതിനും ഒരു $5 മുതൽ $10 ഇടയ്ക്ക് വരെയൊക്കെ വില വരാം. ഇതെല്ലാ എക്സ്ചേഞ്ചുകളിലും ഒരു ബിനാൻസ് ഉൾപ്പെടെ ലിസ്റ്റ് ആകുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു $1 $1 വാല്യൂ എങ്കിലും വരും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള ഒന്നാണ് കോർ കെപ്പർ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ എക്സിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ കഴിയും. കോർ കോയിൻ കയ്യിലുള്ളവർ നിങ്ങൾ നിങ്ങളുടെ എത്രയാണോ കോർ കോയിൻ ഉള്ളത് അതിൻ്റെ ഒരു 25% ഇത് കോർ കെപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് കരുതുന്നു. ഇത് 5 കോടി മാത്രമാണ് സപ്ലൈ. ഇതിൽ വന്നിട്ട് ഇത്രയും 2.85 മില്യൺ 2.85 കോടി അത്രത്തോളം ഇവർ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലിസ്റ്റിംഗ് ആകുമ്പോൾ എൽ ബാങ്കിൽ ആൾറെഡി ഇന്ന് നാളെ ലിസ്റ്റാകും, ബാക്കി എക്സ്ചേഞ്ചുകൾ ലിസ്റ്റാകും. നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ കോർ കോയിൻ കയ്യിലുള്ളവർ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം ഇത് ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ OGC മൈൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെലഗ്രാം, ട്വിറ്റർ, ഡിസ്കോഡ് ഇത് 3ഉം ലിങ്ക്ഡ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ലിങ്ക്ഡ് ആണെങ്കിലേ നിങ്ങൾക്ക് ഇതിലെ വിഡ്രോ കിട്ടത്തുള്ളൂ. വിഡ്രോ അടുത്ത മാസം ഓപ്പൺ ആകുമെന്ന് കരുതുന്നു. പിന്നെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ്, ഞാൻ കുറച്ച് ടെലഗ്രാം മൈനിങ്ങുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ജിമി, അതുപോലെ തന്നെ ടാപ്പ് സ്വാപ്പ്, അതുപോലെ സിമ്പിൾ നെറ്റ്വർക്ക്, അങ്ങനെ കുറച്ച് യെസ് കോയിൻ അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മാൽഡോർണി ടോക്കൺസിൻ്റെ. നമ്മൾ മൈൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത KYC ഇപ്പോൾ ആരുടെ റിസൾട്ട് വന്നിട്ടില്ല. അതിൻ്റെ വന്നിട്ട് അടുത്ത മാസം ജൂൺ 10 മെയിൻ നെറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങളൊന്നും ഒരു കറക്റ്റായിട്ടൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നടക്കാം. ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. PHI നെറ്റ്വർക്ക്. PHI നെറ്റ്വർക്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിലും മൈനിങ്, എവിടെയാണ് മൈനിങ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. ഇതിലിപ്പോൾ ഒരു 23 റെഫറലൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ടോട്ടൽ 2 വരെ ഇപ്പോൾ മൈനിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്വിറ്ററിലാണ് പ്രധാനമായിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോകും, ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകും. അപ്ഡേറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത് ഈ കാണുന്ന ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ ഒന്നായിരിക്കും. അപ്പോൾ ആൾറെഡി നമ്മുടെ പഴയ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലിവിടെ ഉണ്ട്. പഴയ ആപ്ലിക്കേഷൻ ഇവിടെ ആൾറെഡി നിലവിലുണ്ട്. പുതുതായിട്ട് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിലെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ പുതിയ പ്ലേ സ്റ്റോറിൽ പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ മുൻപ് ഉപയോഗിച്ച അത് തന്നെ ഏത് ഇമെയിലാണോ നിങ്ങൾ കൊടുത്തത്, ഇമെയിൽ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ PHIയുടെ എത്ര കോയിൻസാണോ അവിടെ ഉള്ളത്, എത്ര ഡയമണ്ട് ആണോ നമ്മൾ കളക്ട് ചെയ്തത്, അത്രയും അവിടെ കാണാൻ കഴിയും. ഒരു റെഫറലിന് 10 PHI എന്ന നിരക്കിൽ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഇതിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് മടങ്ങി പോകാം.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് ഈ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ ഫുൾ നെയിം, ഈ പേര്, ഇത് മൂന്നും നിങ്ങൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മുമ്പ് ജോയിൻ ചെയ്തവർ നിങ്ങൾ ഏത് ഇമെയിലാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കണം, ഏത് പാസ്വേഡാണോ കൊടുത്തത് അത് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അപ്പോൾ പേര് കൊടുത്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത്, ഇനി അടുത്ത് ചെയ്യേണ്ടതാണ് ഈ കാണുന്ന ഇമെയിൽ, അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഒരു റെഫറൽ കോഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആരുടെ റെഫറലിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്, ആ റെഫറൽ കോഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ടെലഗ്രാമിലും വാട്സപ്പിലും എല്ലാം കൊടുക്കുന്നുണ്ട്. റെഫറൽ കോഡ് ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ റെഫറൽ കോഡ് കൊടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഒരു പരസ്യം ഇത് സാധാരണ വരുന്നത് പോലെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വ്യത്യാസം വന്നത്, ലാസ്റ്റ് കണ്ട അവിടെ നിങ്ങൾ ആരെ റെഫർ ചെയ്യുന്ന അവരുടെ റെഫറൽ കോഡല്ല കൊടുക്കേണ്ടത്, നിങ്ങളൊരു പുതിയ റെഫറൽ കോഡ് കൊടുക്കണം. അപ്പോൾ അതിൽ ആൾറെഡി എക്സിസ്റ്റ് എന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ 1 കൊടുക്കുക, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ 1, 2, 3 വാക്കുകൂടെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ ഇൻ്റർഫേസ് ഇതാണ്. ഇതിലിപ്പോൾ നമ്മുടെ മുൻപ് എത്ര ടോക്കൺ നിങ്ങൾ മൈൻ ചെയ്തിട്ടുണ്ടോ അതിവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പുതിയ ഫീച്ചറുകൾ കാണാൻ കഴിയും. ഇവിടെ താഴെ മോർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ കഴിയും, റെഫറൽ ഇവിടെ കാണാൻ കഴിയും. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. KYC ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ മെയിൻ നെറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ ഹൂ ഇൻവൈറ്റഡ് യു എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്യുക. മേളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ആരാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് അവരുടെ ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ പുതിയ ഇൻവിറ്റേഷൻ കോഡാണ് ഇത്, ഷിബു CR12. ഓക്കെ, ഈ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻവിറ്റേഷൻ കോഡ്. പഴയ ഇൻവിറ്റേഷൻ കോഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോക്കൺസ് വന്നിട്ട് ഇവിടെ നോക്കുക. ഇവിടെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ പഴയ മൈനിങ് ആപ്ലിക്കേഷനിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. മൈനിങ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. പഴയ മൈനിങ് ആപ്ലിക്കേഷനിലും പുതിയതിലും ഒരേ സെയിം ടോക്കണാണ്, വ്യത്യാസമൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പഴയ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, ഈ പഴയ ആപ്ലിക്കേഷൻ നമുക്ക് ഇത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒറ്റ ആപ്ലിക്കേഷൻ മതി. ഈ പുതിയ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ 24 മണിക്കൂറിലും ഇത് മൈനിങ് ചെയ്യുക. മുമ്പോട്ടുള്ള അപ്ഡേറ്റുകൾ, ഇതിൻ്റെ KYC അതുപോലെ തന്നെ ഒരു എക്സ്ചേഞ്ച് ആയിട്ടാണ് ഇവരിപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് വരുന്നതനുസരിച്ച് അറിയിക്കും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.